Dear students, Algorithmic Thinking with Python Module 2-ൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള സാമ്പിൾ എക്സാമ്പിൾസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ KTU ഗ്രേഡ് സ്കെയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിന്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 50 in descending order, find the sum of n numbers, input by the user, factorial of a number and the largest of n numbers. ഇത്രയും സാമ്പിൾ പ്രോബ്ലംസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ, പ്രിന്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 50 ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡറിൽ 1 to 50 വരെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ പ്രിന്റ് ചെയ്യുന്ന ആൻസർ എന്തായിരിക്കും നമുക്കറിയാം, 50, 49, 48 അങ്ങനെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്യൂഡോ കോഡും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ടും എങ്ങനെ വരും നോക്കാം. നമുക്കറിയാം സ്യൂഡോ കോഡ് ആണെങ്കിലും ഫ്ലോ ചാർട്ട് ആണെങ്കിലും എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ എൻഡ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് കൊടുക്കണം. സ്യൂഡോ കോഡിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്ലോക്ക് ലെറ്റേഴ്സിലായിരിക്കണം കീവേഡുകളെല്ലാം എഴുതേണ്ടത്. സ്റ്റാർട്ടും സ്റ്റോപ്പും ഫ്ലോ ചാർട്ടിനകത്ത് ഫ്ലാറ്റൻഡ് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇനി നമുക്ക് 1 to 50 വരെ ഡിസെൻഡിങ് ഓർഡറിൽ, അതായത് 50 to 1 വരെ നമുക്കത് പ്രിന്റ് ചെയ്തായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു ലൂപ്പ് വേണം. ഇവിടെ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാണ്. 4 കൗണ്ട് ഈക്വൽ ടു 50 ഡൗൺ ടു 1, അല്ലെങ്കിൽ 4 ഇവിടുത്തെ ഒരു വേരിയബിൾ ആണ്. വേരിയബിളിൻ്റെ വാർന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഐ എന്ന് കൊടുക്കാം. ഏത് വേരിയബിൾ നെയിം വേണമെങ്കിലും ഇവിടെ നമുക്ക് കൊടുക്കാം. 4 ദ വേരിയബിൾ നെയിം, വേരിയബിൾ വിച്ച് ഇസ് ഫ്രം 50 to 1 വരെ, അല്ലെങ്കിൽ ഡൗൺ ടു 1 എന്ത് ചെയ്യണം, നമുക്ക് ഈ കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വേരിയബിൾ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം സ്യൂഡോ കോഡ് എഴുതുമ്പോൾ 4 ലൂപ്പ് ഇതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യണം, എൻഡ് 4 ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എൻഡ് 4 കൊടുക്കണം, അതിനുശേഷം സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻഡ് കൊടുക്കാം. ഇതൊരു ചെറിയൊരു പ്രോഗ്രാം. അപ്പോൾ അതിന് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിക്കാത്തൊരു കാര്യം നോക്കുകയാണ്. ഫോർ ലൂപ്പൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ടിനകത്ത് ഒരു ഹെക്സഗൺ ഷേപ്പാണ്. ഇതിനകത്തേക്ക് ആദ്യത്തിൽ വരുന്നത് നമ്മുടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വേരിയബിൾ നെയിം, അത് വേണം കൊടുക്കാൻ. നമ്മൾ ഫോർ ലൂപ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ഫ്ലോ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ കൗണ്ട്, ഇവിടെ നമ്മൾ കൗണ്ട് എന്ന് കൊടുത്തത് കാരണം കൗണ്ട് എന്ന് ഇവിടെ കൊടുക്കുന്നു. അതിൻ്റെ വാല്യൂ ഏത് മുതൽ ഏത് വരണം, ലെഫ്റ്റ് സൈഡിൽ ഏത് മുതൽ എന്ന് കൊടുക്കണം, റൈറ്റ് സൈഡിൽ ഏത് വരെ എന്ന് കൊടുക്കണം. ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഏത് വെച്ചിട്ടാണോ, ഇപ്പോൾ 1 ആണ് അല്ലെങ്കിൽ 2 വെച്ചിട്ടാണ് ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ -2 വെച്ച് ഡിക്രിമെൻ്റ് ചെയ്യണം, അങ്ങനെയുള്ളത് നമുക്ക് ഈ താഴെയും കൊടുക്കാം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ദ വേരിയബിൾ ഫ്രം വെയർ ടു വെയർ എന്നുള്ളതാണ് ഇവിടെ രണ്ട് റൈറ്റ് സൈഡുകളിലായിട്ട് കൊടുക്കുക. ഇനി എത്ര വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ താഴെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കേസിൽ എങ്ങനെയാണ്, 50 to 1, 50 മുതൽ 1 വരെയാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. കൗണ്ട് ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ആണല്ലോ ചെയ്യേണ്ടത്, ഡിസെൻഡിങ് ഓർഡർ ആണല്ലോ. സോ -1 കൊടുത്തു. ഇനി ഈ ഓരോ സമയത്തും ഈ ലൂപ്പിലൂടെ കൗണ്ട് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേരിയബിൾ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ വേരിയബിൾ നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ പ്രിന്റ് കൗണ്ട് എന്ന് കൊടുത്തു. ഇവിടെ ഐ ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രിന്റ് ഐ എന്ന് കൊടുക്കും. ഇനി ഈ വേരിയബിൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഹെക്സഗണുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നു. അതായത് ഇത് ലൂപ്പാണല്ലോ, സോ കണക്ട് ചെയ്ത് വെക്കുന്നു. ഓരോ തവണ ഈ കൗണ്ട് വരുന്ന സമയത്തും 50, 49, 48 വരുന്ന സമയത്തും അത് പ്രിന്റ് ചെയ്ത് വരും. അത്രേ ഉള്ളൂ. അടുത്ത നമുക്ക് നോക്കാം, ഫൈൻഡ് ദ സം ഓഫ് n നമ്പേഴ്സ്. ഇപ്പോൾ n നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം. ഇപ്പോൾ ഒരു n = 5 ആണെന്ന് നമുക്ക് വിചാരിക്കാം. n = 5. അപ്പോൾ നമുക്ക് എന്ത് വേണം, 5 നമ്പേഴ്സ്. ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല, കൗണ്ട് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ കൗണ്ട് n = 5 അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് നമ്പേഴ്സ് വെച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, n നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ നമ്പറിനെ നമുക്ക് റീഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സമ്മ് കാണുക എന്നുള്ളത് കൊണ്ട് തന്നെ സമ്മും എന്ത് ചെയ്യണം, തുടക്കത്തിൽ ഇനീഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ നമുക്ക് സ്യൂഡോ കോഡിലേക്ക് നോക്കാം. സ്റ്റാർട്ട്, എൻഡ് നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് സമ്മ് കാണാമെന്നുള്ളത് കൊണ്ട് തന്നെ സമ്മിനെ നമ്മൾ ഇനീഷ്യലി എന്ത് ചെയ്ത് വെക്കുകയാണ്, ഒരു 0 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്യൂഡോ കോഡ് പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു, ഇനീഷ്യൽ ഡിക്ലറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് എന്താണ്, സെറ്റ് എന്ന് പറയുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ n = 5 ആണെന്നുള്ള നമ്പർ കിട്ടണം. സോ അതിനെ ഇൻപുട്ട് ചെയ്തെടുക്കാം. ഇവിടെ റീഡ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചതുപോലെ ഇൻപുട്ട് ഓഫ് n എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഇൻപുട്ട് എല്ലാം ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതണം മാത്രം.
ഇനി എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ തവണയും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ലൂപ്പ് അപ്ലൈ ചെയ്യണം. അപ്പോൾ 4 ഇവിടെ നേരത്തെ നമ്മൾ കൗണ്ടിന് പകരം ഇവിടെ ഒരു വേറൊരു വേരിയബിൾ എടുത്തു i, അല്ലെങ്കിൽ വേരിയബിൾ var ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. i ഏത് മുതൽ ഏത് വരെ, 1 to n വരെ എന്ത് ചെയ്യണം, റീഡ് നമ്പർ. അപ്പോൾ നമുക്ക് ഓരോ തവണയും എന്ത് ചെയ്യണം, നമുക്ക് നമ്പർ റീഡ് ചെയ്യണം. ഇപ്പം n = 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ഈ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യത്തെ 5 നമ്പേഴ്സിന് ആഡ് ചെയ്യാനുള്ളത്. 5 നമ്പേഴ്സ് എന്ന് പറയുന്നത് 10, 9, 8, 7 അല്ലെങ്കിൽ ഏതെങ്കിലും 5 നമ്പേഴ്സ് വേണ്ടേ. ആ നമ്പേഴ്സ് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്രോഗ്രാമിലേക്ക് കിട്ടണം. അപ്പോൾ അതിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എഗെയിൻ ഒരു ഇൻപുട്ട്, ആ നമ്പേഴ്സുകൾ ഓരോന്നും 1 by 1 ആയിട്ട് ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ആ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ തവണ നമ്മുടെ നമ്പേഴ്സ് കിട്ടുമ്പോഴും നമുക്ക് ഒരു 10, നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം, 10, 8, 9 അങ്ങനെയുള്ള ഒരു 5 നമ്പേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ നമ്പേഴ്സ് ഓരോ തവണയും എന്ത് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനകത്ത് വെച്ച് ലൂപ്പിനകത്ത് വെച്ച് ഓരോ തവണ ആ നമ്പേഴ്സ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ. നമ്മൾ ഓൾറെഡി സം എന്ത് വെച്ചിരുന്നു, 0 ആണെന്ന് പറഞ്ഞിരുന്നു. ആ സമ്മിനോട് കൂടി വരുന്ന നമ്പർ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ സം പ്ലസ് ഈക്വൽ ടു നമ്പർ എന്ന് എഴുതിയതിന്റെ മീനിങ് എന്താണ്, സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ ആണ്. ഇനി ഈ ലൂപ്പ് അവസാനിക്കുക, ദാറ്റ് ഈസ് എൻഡ് 4 ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്ന് വേണ്ട കീവേഡ് കൊടുക്കാവുന്നതാണ്. സമ്മ് ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ സമ്മ് പ്രിന്റ് ചെയ്യുക, എൻഡ് ചെയ്യുക. ഇനി ഇതൊരു ഫ്ലോ ചാർട്ടായിട്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഉണ്ട്, ഫ്ലാറ്റ് ആൻഡ് റെക്ടാങ്കിൾ ഉപയോഗിച്ച് ചെയ്യണം. ഇവിടെ ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ടല്ലേ, അപ്പോൾ അതൊരു അസൈനിങ് ആണല്ലോ. അപ്പോൾ സം ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ എന്തിൽ കൊടുക്കണം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ അസൈനൊക്കെ എങ്ങനെ കൊടുക്കും, റെക്ടാങ്കിളിനകത്ത് കൊടുക്കണം. ഇനി ഇൻപുട്ട് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഇൻപുട്ട് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, റീഡ് n എന്നുള്ളത് പാരലോഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യണം. ഇനി ഫോർ ലൂപ്പ് ഇടാൻ നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചിരുന്നല്ലോ. ഫോർ ലൂപ്പിനാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഹെക്സഗൺ കൊടുക്കണം. ഇത് വേരിയബിൾ ആണ്, ഇവിടെ i കൊടുത്തത് കൊണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ i കൊടുത്തു. ഏത് മുതൽ ഏത് വരെയാണ്, 1 to n വരെയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 റൈറ്റ് സൈഡിൽ n ആണ്, ഇൻക്രിമെന്റ് ബൈ 1 ആണ്. ഈ ഓരോ തവണ i ഇൻക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഏതാണ് നമ്മുടെ നമ്പർ, ആഡ് ചെയ്യേണ്ട നമ്പർ, 5 നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കോൺസിക്യൂട്ടീവായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ ഓരോ തവണ എൻ്റർ ചെയ്യുന്ന സമയത്തും ഇനീഷ്യലി ഉള്ള ആദ്യം 0 ആയിരുന്നു, 0നോട് കൂടെ ആദ്യത്തെ നമ്പർ വരും, അത് ആഡ് ആയിട്ട് സമ്മിൽ സേവ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ നമ്പർ വരുന്ന സമയത്ത് ആ ആഡ് ചെയ്ത റിസൾട്ടിനോട് കൂടി രണ്ടാമത്തെ നമ്പർ ആഡ് ചെയ്യും. ഇത് കണ്ടിന്യൂ ചെയ്യും. സോ i എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഈ ലൂപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഓരോ തവണ നമ്മൾ സം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൂപ്പിന് വെളിയിൽ വന്ന് 5 തവണ നമ്മൾ 5 നമ്പേഴ്സ് സം ചെയ്ത് കഴിഞ്ഞാൽ ആ സം എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത് നമുക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ നോക്കാം. അപ്പോൾ ഫോമാറ്റ് ഒക്കെ സെയിം തന്നെയാണ്, നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ അറിയേണ്ടത് എന്ത് മാത്രമാണ്, നമുക്ക് അതിന്റെ ലോജിക് എന്താണെന്ന് മാത്രം അറിയണം. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ഫാക്ടോറിയൽ എന്താണ്, 5 × 4 × 3 × 2 × 1 അങ്ങനെയാണല്ലോ, അത് നമുക്കറിയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമുക്ക് ഏതാണ് നമ്പർ എന്ന് വേണ്ടത്, ഇപ്പോൾ 5 ആണെങ്കിൽ 5 നമുക്ക് റീഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫാക്ട് ഈക്വൽ ടു 1 എന്നാണ് വന്നത്, അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ ഫാക്ട് ഈക്വൽ ടു ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഫാക്ട് ഈക്വൽ ടു എന്തായിരിക്കണം, 1 ആയിരിക്കണം. അപ്പോൾ വേരിയബിൾ കൊടുക്കുന്നു, ഫോർ ലൂപ്പിൽ വേരിയബിൾ കൊടുക്കുന്നു, n മുതൽ 1 വരെ നമുക്ക് ഡൗൺ ചെയ്യാനുള്ള വേണ്ടത്. 5ന്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ 5 × 4 × 3 × 2 × 1 ആണ്. അപ്പോൾ 5 മുതൽ 1 വരെ നമുക്ക് ഡൗൺവേർഡ് ആയിട്ടാണ് നമുക്ക് ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത്. ഡിക്രിമെന്റ് ചെയ്തിട്ട് വേണം പോവാൻ, അതുകൊണ്ട് തന്നെ n ഡൗൺ ടു 1 കൊടുത്തു. നമ്മുടെ ലോജിക് എന്താണ്, ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു നമുക്ക് ഓരോ എടുക്കുന്ന വേരിയബിൾ ആണ് ചെയ്യേണ്ടത്. എൻഡ് 4 ചെയ്യുന്നു, പ്രിന്റ് ഫാക്ടർ കൊടുക്കുന്നു, ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യുന്നു, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഒരു ബ്രാക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഇനി ഇത് ഫ്ലോ ചാർട്ടുമായിട്ട് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടും എൻഡും അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും നമുക്കറിയാം. ഇനി ഇൻപുട്ട് എടുക്കുന്നത് പാരലോഗ്രാമത്തിലേക്കാണ്, ഇനീഷ്യലൈസ് ചെയ്തു, ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. ഫോർ ലൂപ്പ് വേണം, ലൂപ്പ് ഇവിടെ വേരിയബിളിന് എടുത്തു, നേരത്തെ കൗണ്ട് എടുത്തിരുന്നു, i എടുത്തിരുന്നു, ഇവിടെ വേറൊരു വേരിയബിളിന് var കൊടുത്തു, var കൊടുത്തു. n to 1 അതായത് 5 മുതൽ 1 വരെ ഡിക്രിമെന്റ് ചെയ്തോട്ടേ വരണം. ഓരോ തവണ ഡിക്രിമെന്റ് ചെയ്യാൻ വേണ്ടി -1 കൊടുത്തു. ഓരോ തവണ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു, ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു വേരിയബിൾ ആണ്. നമുക്ക് ഓരോ വരുന്ന അതിന് ഓരോ നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ 1 കൊടുത്തിരുന്നു, അത്
ഓരോ വാല്യൂ വന്നുകൊണ്ടേയിരിക്കും, n മുതൽ 1 വരെ വന്നുകൊണ്ടേയിരിക്കും, അത് മൾട്ടിപ്ലൈ ചെയ്ത് വരണം. എന്നിട്ട് നമുക്ക് ലൂപ്പിൽ കൊടുക്കുന്ന എന്താണ് ഈ വേരിയബിൾ അല്ലേ, 4i ആണല്ലോ നമുക്ക് മാറി മാറി വരേണ്ടത്. സോ വേരിയബിൾ ഈ ലൂപ്പിലേക്ക് കണക്ട് ചെയ്തിടുന്നു. റിസൾട്ട് എവിടെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഫാക്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രിന്റ് ഫാക്ട് കൊടുക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അവസാനത്തെ ഇതിലേക്ക് നോക്കാം. ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ്. n നമ്പേഴ്സിൽ നിന്ന് ലാർജസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നേരത്തെ വന്നിരണം നമുക്ക് ആഡ് ചെയ്ത് സം കാണാനായിരുന്നു, മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫാക്ടോറിയൽ കാണാനായിരുന്നു. ഇവിടെ വന്നിരിക്കുന്നത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ലാർജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. തുടങ്ങുന്നതൊക്കെ സെയിം പ്രൊസീജിയറിലാണ്. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ n ഈക്വൽ ടു 5 ആണ് കൊടുത്തതെങ്കിൽ ആദ്യം n ഈക്വൽ ടു 5 എന്നുള്ളതും ഇവർ റീഡ് ചെയ്ത് വാങ്ങണം. ഓരോ തവണയും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്നിൻ്റെ വാല്യൂസ് നമുക്ക് കൊടുത്തോണ്ടിരിക്കണം. നേരത്തെ നമ്മൾ സം ചെയ്യാൻ പഠിച്ച പോലെ 10, 9 അങ്ങനെയുള്ള വാല്യൂസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. റീഡ്, ഇവിടെ 2 നമ്പേഴ്സ് നമുക്ക് റീഡ് ചെയ്ത് വാങ്ങണം. ആദ്യം n ഈക്വൽ ടു 5 എന്നും കൊടുക്കണം. ഒപ്പം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ നമ്പർ കൂടെ വാങ്ങണം. മൊത്തം നമ്പേഴ്സും വാങ്ങുന്നില്ല. ഇപ്പം ഏതാണോ നമ്മുടെ ആദ്യത്തെ നമ്പർ, ഇവിടെ 10 ആണെങ്കിൽ 10 എന്ന് പറയുന്ന ആദ്യത്തെ നമ്പർ നമ്മൾ വാങ്ങിയിട്ട് അതിനെ നമ്മൾ ലാർജ് ആണെന്ന് പറഞ്ഞ് വെക്കുന്നു. ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുന്നത് എന്താണ്, ഒരു നമ്പർ എടുത്തിട്ട് ആ നമ്പർ നമ്മൾ ആദ്യം ലാർജ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. സെക്കൻഡ് മുതൽ നമുക്ക് n-1 വരെ, അതായത് 1 to n-1 വരെ ഈ ഓരോ തവണയും നമുക്ക് എന്ത് ചെയ്യണം, നമ്പേഴ്സുകൾ കിട്ടണം. ആദ്യത്തെ 10 നമ്മൾ എടുത്തു, പിന്നെ 9 ആണോ അല്ലെങ്കിൽ 20 ആണോ ഏതൊക്കെയാണോ നമ്പേഴ്സ്, ആ നമ്പേഴ്സ് പ്രോഗ്രാമിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ യൂസർ ഇൻപുട്ടായിട്ട് വാങ്ങുന്നു. അതിനുശേഷം ഈ ഓരോ തവണ നമ്പർ വരുമ്പോഴും ഈ നമ്പർ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാർജ് എന്ന് പറയുന്ന വാല്യൂമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ, പുതിയ നമ്പർ ആദ്യത്തെ നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുന്നു, ലാർജ് എന്തായി മാറുന്നു, ഇപ്പോൾ വന്ന നമ്പറാക്കി വെക്കുന്നു. ഈ ഇഫ് ക്ലോസ് ചെയ്തു, 4ഉം ക്ലോസ് ചെയ്തു, നമുക്ക് ഏതാണോ ലാർജ് വാല്യൂ അത് പ്രിന്റ് ചെയ്തു, എൻഡ് ചെയ്തു. ഫ്ലോ ചാർട്ട് കൂടെ നോക്കുമ്പോൾ ക്ലിയർ ആവും. സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, വ്യത്യാസമൊന്നുമില്ല. ഇൻപുട്ട് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതും കൊടുക്കുന്നു, ആദ്യത്തെ നമ്പറും വാങ്ങിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ നമ്പറിനെ ലാർജ് ആക്കി സെറ്റ് ചെയ്യുന്നു. നമുക്ക് 1 മുതൽ n-1 വരെ എന്ത് ചെയ്യണം, ഇത് ഇൻക്രിമെന്റ് ചെയ്യണം. അതിന് ലൂപ്പ് ഇട്ടു. ഓരോ തവണയും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓരോ നമ്പേഴ്സുകൾ 5 തവണ, 5ൽ ആദ്യത്തെ നമ്മൾ സെറ്റ് ചെയ്തു, ബാക്കിയുള്ള 4 നമ്പേഴ്സുകൾ നമുക്ക് ഇവിടെ കിട്ടണം. ഓരോ നമ്പർ വരുന്ന സമയത്തും ആ വരുന്ന നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാർജുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നു. ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ, വരുന്ന നമ്പറിന്റെ വാല്യൂ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ആ ലാർജ് വാല്യൂ ഇതായിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ലൂപ്പിലേക്ക് വരുമ്പോൾ ഇടയിൽ ഏതെങ്കിലും ഒരു ലാർജ് വാല്യൂ വരുമ്പോൾ ആ ലാർജ് വാല്യൂ ആ വരുന്ന നമ്പറായിട്ട് സെറ്റ് ചെയ്യും. ഈ ഫുൾ എത്ര എണ്ണമാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ നമ്പേഴ്സുകൾ കഴിയുന്ന സമയത്ത് അത് ഏതാണോ ലാർജസ്റ്റ് ആയിട്ട് കിട്ടിയത് അത് പ്രിന്റ് ചെയ്ത് വരും. സ്റ്റോപ്പ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ 4 സാമ്പിൾ എക്സാമ്പിൾ. താങ്ക് യു.